തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ തീപിടുത്തമുണ്ടായ സംഭവസ്ഥലം സന്ദർശിച്ച് DGP റവാഡ ചന്ദ്രശേഖർ. സ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് റവാഡ ചന്ദ്രശേഖർ പിന്നീട് പ്രതികരിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ടെന്നും DGP പ്രതികരിച്ചു. തീപിടുത്തത്തിൽ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത് 500-ലധികം ബൈക്കുകളാണ് കത്തി നശിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടെത്തിയാണ് പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലും നിഗമനങ്ങളും? ശ്യാമ, തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ 500ഓളം ബൈക്കുകൾ ഒരേ സമയത്ത് ഇരുന്ന് കത്തുക, അത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പോലുള്ള പ്രദേശത്ത് രാവിലെ ഇത്തരത്തിൽ വാഹനങ്ങൾ കൂട്ടമായി കത്തുന്നത് അത് എത്രത്തോളം ഗുരുതരമായി എന്നുള്ളത് ഈ DGPയുടെ സന്ദർശനത്തോടു കൂടി കൂടുതൽ വെളിവാവുകയാണ്. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് DGP വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. ഒരു വാഹനത്തിലാണ് ആദ്യം തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ വേഗത്തിൽ ഇത് പടർന്ന് പന്തലിക്കുകയായിരുന്നു. ഈ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഈ ഒരു ഷെഡ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് താഴേക്ക് അമർന്നിരിക്കുന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ തീ വളരെ വേഗത്തിൽ ഉൾപ്രദേശങ്ങളിലേക്ക് പടരുന്നതിന് ആക്കം കൂട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്രോളാണ്, വളരെ വേഗത്തിൽ അത് ബ്ലാസ്റ്റ് ചെയ്യും, വളരെ വേഗത്തിൽ അത് തീ കത്തിപ്പടരും. അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ കൃത്യമായിട്ട് തീ അണയ്ക്കാനായിട്ട് സാധിക്കാതെ എന്നടക്കമുള്ള കാര്യങ്ങളാണ് DGP വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുക. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വാഹനങ്ങൾ ായിട്ടും അഗ്നിക്കിരയായ നിലയിൽ തന്നെയാണ് 500ഓളം വാഹനങ്ങൾ ഈ തീയിൽ അമർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇത് പരിശോധന നടത്തുന്നതാണ്. ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കുകയും പിന്നീട് രണ്ടാമത് ഈ DGPയുടെ സന്ദർശന വേളയിൽ രണ്ടാമതും തീ പടരുന്ന ഒരു കാഴ്ചയുണ്ടായി. അതിനുശേഷം ഇത് കൃത്യമായിട്ട് രണ്ടാമത് ഫയർഫോഴ്സ് അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ റവന്യൂ മന്ത്രി K രാജൻ അടക്കമുള്ളവർ ഇവിടെ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുകയാണ്. ഉന്നത പോലീസ് ആരായുകയാണ്. അതായത് ഇത്തരത്തിലുണ്ടായ ഒരു വീഴ്ച അത് എങ്ങനെ സംഭവിച്ചു, നഗരമധ്യത്തിൽ ഇത്രയും വാഹനങ്ങൾ ഒരേപോലെ ഇങ്ങനെ അഗ്നിക്കിരയായ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായി അന്വേഷണം ഉണ്ടാകുമെന്ന് DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റെയിൽവേയോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തീ അണയ്ക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇതിലില്ലായിരുന്നു. അത് ഉള്ളത് തന്നെയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കറിയില്ലായിരുന്നു. അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് വ്യക്തതയില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കുപ്പികളിൽ വെള്ളം നിറച്ചുകൊണ്ട് വെള്ളം നിറച്ച് കൊണ്ടുവന്ന് ഇവിടെ ഈ തീ അണയ്ക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ റവന്യൂ മന്ത്രി ഉണ്ട്, അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാം. സാർ, ഈ ഒരു നഗരമധ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്? ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. DGP തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി രാവിലെ ഈ കാര്യം സംസാരിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറോടാണ് പ്രാഥമികമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ മറ്റ് അന്വേഷണങ്ങളുണ്ടാകും. ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല. വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ നടപടിയും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഓഡിറ്റും ഇവിടെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നഗരത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും പാർക്കിംഗ് സ്പേസുകൾ ഉൾപ്പെടെ നല്ല ഗൗരവമായിട്ടുള്ള സുരക്ഷ ഓഡിറ്റുണ്ട്. ഇവർക്ക് കൃത്യമായിട്ട്, അതായത് എങ്ങനെ തീ അണയ്ക്കണമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് വ്യക്തതയില്ലായിരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക്. അതാണ് സുരക്ഷ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം. എന്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്, ഏതെല്ലാം വിവരങ്ങളുണ്ട്. ഹാർഡ് ഡിസ്ക് തന്നെ കത്തിപ്പോയി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ തോന്നുന്നു, ഡീറ്റെയിൽസ് എടുക്കാൻ തോന്നുന്നു. അതെല്ലാം ഫോറൻസിക് പരിശോധിക്കും. കർശനമായിട്ടുള്ള മാതൃകാപരമായ നടപടി ഇക്കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായിട്ടൊരു നടപടി ഉണ്ടാകും, കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടാകും. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയോടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോട് കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് തേടി എന്നടക്കമുള്ള കാര്യങ്ങളാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിലുണ്ടായ ഒരു തീപിടുത്തം അത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള പോലീസിൻ്റെ അന്വേഷണം നീളുകയാണ്. ശ്യാം.